വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിപുലമായി ഞാൻ സംസാരിക്കുന്നില്ല. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ആദരണീയനായ മന്ത്രി ശ്രീ VN വാസവൻ അവരുടെ സാന്നിധ്യത്തിൽ ഇന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഇവിടെ ത്രികക്ഷി കരാറും ഒപ്പം പ്രീമിയം ഷെയറിംഗ് എഗ്രിമെൻറ്റും ഒപ്പുവെച്ചുകൊണ്ട് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് കേന്ദ്രത്തിൽ നിന്നും നമുക്ക് ലഭ്യമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. 817.8 കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ് ഇന്ന് നമ്മൾ ഈ കരാറിലൂടെ ഒപ്പിട്ട് കൈമാറാനായി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ടരായ ഉദ്യോഗസ്ഥരുണ്ട്. ബൽദേവ് IAS സാറുണ്ട്. ഒപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫെയർസിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമതി ആര്യ ഇവിടെയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ആദരണീയ ചീഫ് സെക്രട്ടറിയാണ്. നമ്മുടെ കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇതിൽ ഒപ്പുവെക്കുന്നത് ശ്രീമതി ശാരദാ മുരളീധരൻ മാഡം അവർ. പോർട്ട് സെക്രട്ടറി ഡോക്ടർ കൗശികൻ അവർകളും വേദിയിലുണ്ട് നമ്മോടൊപ്പം. ഒപ്പം IDBI, അതായത് നമ്മുടെ സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്നുമുള്ള പ്രതിനിധിയും നമ്മുടെ കരാറിൽ ഒപ്പുവെക്കുന്നതാണ്. നിലവിൽ കരാറിലെ ഒപ്പുവയ്ക്കൽ ചടങ്ങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അവർ കരാർ കൈമാറിയതിന് ശേഷം നമ്മുടെ ആദരണീയനായ മന്ത്രി നമ്മളെ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും. ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ AVPPLൻ്റെ അദാനി ഗ്രൂപ്പിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരും വിസിലിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകർക്കും മറ്റെല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം അരുളിക്കൊണ്ട് നമസ്കാരം. വേദിയിലെ ഉദ്യോഗസ്ഥ പ്രമുഖരെ, സദസ്സിലെ ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉന്നതമായ വികസന വീക്ഷണങ്ങളിലെ മുന്നേറ്റമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് നമുക്കറിയാം. അതിൻ്റെ ഒന്നാം ഘട്ടം നമ്മൾ പൂർത്തീകരിച്ച് ഡിസംബർ 3 യഥാർത്ഥത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യുകയുണ്ടായി. ട്രയൽ റൺ വളരെ വിജയകരമായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പല സന്ദർഭങ്ങളിലും ഏതാണ്ട് 250-ൽ പരം ഷിപ്പുകൾ വന്ന് 6 ലക്ഷത്തിനടുത്ത് TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ രൂപത്തിലേക്ക് ഈ ചുരുക്കിൽ മാറിക്കഴിഞ്ഞപ്പോൾ ലോകഭൂപടത്തിൽ തന്നെ MSCയുടെ ഏറ്റവും വലിയ കപ്പലുകൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേരുന്ന സാഹചര്യം നാം തിരിച്ചറിഞ്ഞു.
സാൻ ഫെർണാണ്ടോ ആയിരുന്നു ആദ്യം കൂടി എത്തിച്ചേർന്ന ഷിപ്പ്. ഇപ്പോൾ അത് ഏറ്റവും വിജയകരമായി നമ്മുടെ ട്രയൽ റൺ പൂർത്തീകരിച്ചു. അതിനുശേഷമുള്ള നമ്മുടെ തുടർന്നുള്ള വ്യാപാര മേഖലയിലെ പ്രവർത്തികളും ചരക്ക് ഗതാഗത രംഗത്തെ പ്രവർത്തനങ്ങളും സുഗമമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനായ പ്രധാനമന്ത്രി നമുക്ക് ഡേറ്റ് തരുന്നതനുസരിച്ച് കമ്മീഷൻ ചെയ്യുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും അടുത്ത നാളിൽ ഡേറ്റ് തരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഡേറ്റ് തരുന്ന ആ ദിവസത്തിൽ കമ്മീഷൻ ചെയ്യുന്ന സാഹചര്യം സംജാതമാണ്. അതിനു മുമ്പ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു നമുക്ക് ലഭിക്കേണ്ട VGF വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്. ആ ഗ്യാപ്പ് ഫണ്ട് കിട്ടേണ്ടത് 817.80 കോടി രൂപയാണ്. സാധാരണഗതിയിൽ പൊതുവിൽ രാജ്യത്ത് ഇത്തരം പ്രോജക്റ്റുകൾക്ക് യൂണിയൻ ഗവൺമെൻറ് നൽകാറുള്ള VGF ഗ്രാൻഡായിട്ടാണ് ഇതുവരെ പൊതുവിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിനു മുമ്പ് കൊടുത്തിട്ടുള്ള തൂത്തുക്കുടി അടക്കമുള്ള തുറമുഖങ്ങളുടെ പ്രോജക്റ്റുകൾക്കും അത്തരം ഒരു സമീപനമായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ അറിയിച്ചത് അത് ഗ്രാൻഡല്ല, ലോണായി മാത്രമേ തരാൻ കഴിയൂ എന്ന കാര്യം നമ്മൾ അയച്ച കത്തിന് മറുപടിയായി തന്നിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീണ്ടും പ്രധാനമന്ത്രിക്ക് അഭ്യർത്ഥന നടത്തിക്കൊണ്ട് അത് ഗ്രാൻഡായി അനുവദിക്കണം എന്ന ആശയവിനിമയം നടത്തുകയുണ്ടായി. പക്ഷേ ഇനി നമ്മളത് കാത്തുനിന്ന് സമയം മുന്നോട്ട് പോകാതിരിക്കാൻ 2, 3, 4 ഘട്ടങ്ങൾ 2028 പൂർത്തീകരിച്ച് ഈ തുറമുഖം നാം ആഗ്രഹിക്കുന്ന രൂപത്തിൽ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള കരാറുകൾ ഒപ്പിട്ട് നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കേണ്ട സമയം സമാഗതമായിരിക്കും. അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള എൻവയോൺമെൻറ്റ് അംഗീകാരങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. തുടർ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് VGF നമ്മൾ കൊടുത്തേ മതിയാവും. അത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചു ഇനി കാലതാമസം വരുത്താതെ ഈ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് അതോടൊപ്പം തന്നെ ഷെയർ ലീഗിങ്ങിലേക്കും വന്ന് നമ്മൾ ഈ പ്രോജക്റ്റ് എത്രയും വേഗം സാധ്യമാക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാന ക്യാബിനറ്റ് കഴിഞ്ഞ മാസത്തിൽ തീരുമാനമെടുത്തു ഈ VGFൽ ഒപ്പിട്ട് അടിയന്തരമായി നമ്മൾ ഈ എഗ്രിമെൻ്റ് ഒപ്പിട്ട് VGF വാങ്ങാൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമുഖർ ബൽദേവ് IAS ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ പ്രമുഖർ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി നമ്മുടെ ബഹുമാന്യായ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഇപ്പോൾ ചടങ്ങിൽ എത്തിച്ചേർന്ന് നമ്മൾ ക്യാബിനറ്റ് തീരുമാനിച്ചതനുസരിച്ച് തന്നെ ആ കരാറിൽ ഒപ്പിടുന്ന ധന്യമുഹൂർത്തമാണ് നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഇവിടെ നടന്നിട്ടുള്ളത്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. അനന്തപുരിയിൽ നടന്ന ചരിത്രപ്രധാനമായ ഈ എഗ്രിമെൻ്റ് ഒപ്പുവയ്ക്കൽ, അതുവഴി VGF ഇപ്പോൾ 817.80 കോടി രൂപ അനുവദിക്കൽ, തുടർന്ന് ഭാവി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകൽ അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഒപ്പം ഭാവി പ്രവർത്തനങ്ങളിൽ എല്ലാ അർത്ഥത്തിലും നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം അതിൻ്റെ 1ാം ഘട്ടം പൂർത്തീകരിക്കുന്ന രംഗത്ത് സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ മുടക്കേണ്ട മുഴുവൻ പണവും മുടക്കി, ഒപ്പം അദാനിയുമായി ബന്ധപ്പെട്ട കരാറുകൾ പൂർണ്ണമായി പാലിച്ച് മുന്നോട്ട് പോകുന്ന പൊതു സാഹചര്യമാണ് നിലവിലുള്ളത്. ഭാവി പ്രവർത്തനങ്ങളിലും ഇനി നമുക്കങ്ങോട്ട് മുന്നോട്ട് വരേണ്ട റോഡ് കണക്ടിവിറ്റിയുണ്ട്, റെയിൽവേ കണക്ടിവിറ്റിയുണ്ട്. അതിനുവേണ്ടി യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10.7 കിലോമീറ്റർ വരുന്ന റെയിൽവേ കണക്ടിവിറ്റി, 9.2 കിലോമീറ്റർ തുരങ്കപാതയാണ്. ഇപ്പോൾ കൊങ്കൺ റെയിൽവേ അതിൻ്റെ DPR തയ്യാറാക്കി, കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അത് അംഗീകരിച്ചു. അതുപോലെ പാരിസ്ഥിതിക മന്ത്രാലയവും അത് അംഗീകരിച്ചു. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പുറത്ത് റോഡ് കണക്ടിവിറ്റിയുമായി NHAയുമായി ചർച്ച ചെയ്ത് അത് സംബന്ധിച്ചും പൊതുധാരണയിൽ നിന്നുകൊണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു.
2028 എത്തുമ്പോഴേക്ക് റെയിൽവേ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും പൂർണ്ണതയിലെത്തുമ്പോൾ ചരക്ക് ഗതാഗത രംഗത്ത് ഇന്ന് കണ്ടെയ്നർഷിപ്പ് എന്ന രൂപത്തിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് മാറി കൃത്യമായി നമുക്ക് ചരക്ക് ഗതാഗതം കരമാർഗം കൂടി പോകുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ഈ പോർട്ട് നാം ആഗ്രഹിക്കുന്ന തരത്തിൽ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തിച്ചേരുക. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് നീങ്ങുകയാണ്. ഈ രംഗത്ത് ഇപ്പം തന്നെ ആഗോള പ്രശസ്തി ആർജിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സൂചന ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. നമ്മൾ ആഗ്രഹിച്ച തരത്തിൽ ഇന്ത്യയിലെ നമ്പർ 1 തുറമുഖമായി മാറുന്ന രൂപത്തിലേക്ക് നമ്മുടെ ബിസിനസ് മാറിയിരുന്നു. ഇപ്പോൾ മാർച്ചിലെ കണക്കെടുക്കുമ്പോൾ അത് കുറേ കൂടി മെച്ചപ്പെട്ട രൂപത്തിലേക്ക് വന്ന് ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ തുറമുഖത്തിലൊന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നമുക്ക് MSCയുടെ ഏറ്റവും കൂറ്റൻ കപ്പലുകൾ ഒരുപക്ഷെ കൊളംബോയിലോ ദുബൈയിലോ പോലും എത്തിച്ചേരാത്ത ഷിപ്പാണ് അടുത്ത ദിവസം ഇവിടെ വരാൻ പോകുന്നത് എന്നത് ഏറ്റവും സന്തോഷകരമായ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ നമുക്ക് ലോക ഭൂപടത്തിൽ അന്താരാഷ്ട്ര മാരിടൈം ഇപ്പോൾ നമ്മൾ പൊതുവിലെടുക്കുമ്പോൾ അതിൻ്റെ ഉന്നതങ്ങളിലെത്തി ഈ സമുദ്രവ്യാപാര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി ഇതിന് മാറ്റിത്തീർക്കുന്ന ആത്യന്തിക ലക്ഷ്യത്തോടു കൂടി എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് നീങ്ങുന്നത്. ആ ശ്രമങ്ങളിലെല്ലാം എല്ലായ്പ്പോഴും നമ്മളെ സഹായിക്കുന്ന നല്ലവരായ ജനങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, ഒപ്പം മറ്റിതിന് പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്നവർ എല്ലാവരോടും ഇതുവരെയുള്ള നമ്മുടെ പുരോഗതിക്ക് സഹായിച്ചവരോടെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ചരിത്രപ്രധാനമായ മറ്റൊരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്നവരെയും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിൽ സംബന്ധിച്ച എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും പ്രത്യേകമായ നന്ദി കൂടി രേഖപ്പെടുത്താൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എല്ലാ അർത്ഥത്തിലുള്ള ഭാവങ്ങൾ നടന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.